എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഈ റെക്കോർഡിംഗ് തുടങ്ങുമ്പോൾ പോലും മനസ്സിനൊരു മരവിപ്പാണ്. നമ്മുടെ റോയിച്ചൻ, അല്ല കോൺഫിഡന്റ് റോയി നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ്. കേട്ട വാർത്ത ഒരു ഷോക്കായിരുന്നു. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും, അല്ല മലയാളിക്ക് മൊത്തം. ആത്മവിശ്വാസത്തിന്റെ ആഴവുമായി മലയാളി കണ്ട ആ മനുഷ്യൻ, അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ വേദന എത്ര വലുതായിരിക്കും. കോൺഫിഡൻസ് ഗ്രൂപ്പ്, അതിന്റെ പിന്നിലെ കോൺഫിഡന്റ് റോയ്, അത് ആരായിരുന്നു റോയിച്ചെന്ന് നമുക്കറിയാം. ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ല. കേവലം ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല റോയിച്ചൻ. വട്ടപൂജ്യത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത വലിയൊരു പോരാളിയായിരുന്നു റോയിച്ചൻ. വെറും 7 പേരുമായിട്ടൊരു ചെറിയ മുറിയിൽ തുടങ്ങിയ യാത്ര ഇന്ന് 10,000-കണക്കിന് ആൾക്ക് ചോറ് കൊടുക്കുന്ന, അവരെ കുടുംബത്തെ പുലർത്തുന്ന വലിയൊരു തണൽമരമാണ്. റിയൽ എസ്റ്റേറ്റ് മുതല് ഏവിയേഷൻ വരെ റോയിച്ച് വെക്കാത്ത മേഖലകളില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പ് എത്താത്ത മേഖലയില്ല. സാധാരണക്കാരായ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഞാൻ ഒത്തിരി പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കറിയാം. ഒരു നല്ല ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. താലന്തുകൾ അദ്ദേഹം വർദ്ധിപ്പിച്ചു. പക്ഷെ അത് തനിക്ക് വേണ്ടി മാത്രമല്ല, വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകിയ അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് നമ്മൾ മറക്കരുത്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന പ്രമാണം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി. ഇതിനിടയ്ക്ക് വന്ന ഇഡിയുടെ സമ്മർദ്ദവും പതനവും നാം ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. കോൺഫിഡൻസ് റോയിയുടെ ആത്മവിശ്വാസം തകർന്നത് എവിടെയാണ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്വേഷണ ഏജൻസികളുടെയും ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരന്തരമായ സമ്മർദ്ദം അദ്ദേഹത്തെ തടർത്തിയിരുന്നു. പൊരുതി ജയിച്ച ഒരാളെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിൽ നൽകുന്ന മുറിവ് മരണത്തെക്കാൾ വലുതാണ്. നിയമപരമായ അന്വേഷണം നടക്കട്ടെ, പക്ഷേ ഒരു മനുഷ്യനെ മാനസികമായി കൊന്ന് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ രീതി എത്ര ക്രൂരതയാണ്. ഇവിടെ ആത്മഹത്യക്ക് എതിരെയുള്ള ഒരു ചെറിയ സന്ദേശം കൂടെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാനുണ്ട്. റോയിച്ചന്റെ മരണം നമുക്കൊരു നോവാണ്, പക്ഷെ അതൊരു മാതൃകയാകരുത്. വിശ്വാസിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കുരിശുകൾ ഉണ്ടാവാം. കുരിശിന്റെ പാതയെക്കുറിച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആത്മഹത്യയല്ല. ജീവൻ ദൈവം നമുക്ക് നൽകിയതാണ്. അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. പ്രതിസന്ധികൾ പൊരുതി ജയിക്കാനുള്ളതാണ്, ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. എത്ര വലിയ ഇരുട്ടിലും ഒരു വെളിച്ചമുണ്ടാകും നമ്മൾ വിശ്വസിക്കണം. റോയിച്ചൻ തന്റെ ഓട്ടം തികച്ചു. ഈ ലോകത്തെ സങ്കടങ്ങളിൽ നിന്ന് സൃഷ്ടാവിന്റെ അടുത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി എന്ന് കരുതാം. അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ കൂട്ടിന് ചെന്നെന്ന് വരാം. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. അദ്ദേഹത്തിന്റെ ആത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.